അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സ്ട്രിംഗ് ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ സ്ട്രിംഗിൽ കുറേ മെത്തേഡ്സ് ഉണ്ട്. അതായത് സ്ട്രിംഗ് ഉപയോഗിക്കുമ്പോൾ സ്ട്രിംഗ് എന്നുള്ളത് വെച്ചാൽ എന്താ നമുക്കറിയാം. അതായത് നമുക്ക് ടെക്സ്റ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡാറ്റ ടൈപ്പാണ് സ്ട്രിംഗ് എന്നുള്ളത്. നമുക്ക് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എഴുതാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അത് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ബേസിക് കോഡിംഗ് ചാലഞ്ചിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോപ്പറായിട്ട് ഡാറ്റ ടൈപ്സിനെ കുറിച്ചും അതുപോലെ തന്നെ സ്ട്രിംഗിനെ കുറിച്ചൊക്കെ പ്രോപ്പറായി പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ പിന്നെയും വന്ന് ജാവാസ്ക്രിപ്റ്റിൽ നോക്കുന്നവർക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡാറ്റ ടൈപ്സും അതുപോലെ വേരിയബിൾസ് എന്നുള്ള ഒരു ടോപ്പിക്ക് കഴിഞ്ഞ പ്രീവിയസ് വീഡിയോസിലുണ്ട്. അത് പോയി കാണാം. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്താണ് ആദ്യം സ്ട്രിംഗ് എന്നുള്ളത് നമുക്ക്, അതായത് മൾട്ടിപ്പിൾ ടൈപ്സ് നമുക്ക് സ്ട്രിംഗ് എഴുതാൻ പറ്റും. സ്ട്രിംഗ് എന്ന് വെച്ചാൽ ഒരു ടെക്സ്റ്റ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് സ്ട്രിംഗ് എന്നുള്ളത്. അപ്പോൾ സ്ട്രിംഗ് മൾട്ടിപ്പിൾ ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ ഡബിൾ കോട്ട്സിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ട്രിംഗ് എഴുതാൻ പറ്റും. അതുപോലെ സിംഗിൾ കോട്ട്സിനുള്ളിലും എഴുതാൻ പറ്റും. ഈ ഡബിൾ കോട്ട്സിലും സിംഗിൾ കോട്ട്സിലും ഒരു വ്യത്യാസമില്ല, സെയിം തന്നെയാണ്, ഒരു വ്യത്യാസം വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം, ടെംപ്ലേറ്റ് ലിറ്റർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, സ്ട്രിംഗ് ടെംപ്ലേറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മളെ ബാക്ക് ടിക്സ് ഇല്ലേ, ഈ ബാക്ക് ടിക്സ് എഴുതിയിട്ട് ഒരു സ്ട്രിംഗിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് എഴുതാൻ പറ്റും. അത് നമുക്ക് എന്ത് ചെയ്യാം, സാമ്പിളിലൂടെ മനസ്സിലാക്കി തരാം എങ്ങനെയൊക്കെയാണ് എഴുതാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കൊന്ന് കോഡിലേക്ക് കിടക്കാം. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ഒരു സംഭവമാണ്. അതായത് ക്ലിക്ക് ചെയ്യുമ്പോൾ വെസ്ഹബ് എന്നുള്ളത് ഇവൻറ്റ്സ് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞതാണ്, പ്രോപ്പറായി പറഞ്ഞതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അത് കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം പോയി അത് കാണുക, കണ്ടതിന് ശേഷം ഇത് കാണുക. കാരണം എന്താ വെച്ചാൽ ഇവൻറ്റ്സ് എന്താണെന്നുള്ളത് പലർക്കും അറിയില്ല. ഇവൻറ്റ്സ് എന്നുള്ളത് ജാവാസ്ക്രിപ്റ്റ്സിൻ്റെ ഒരു മെയിൻ കാര്യമാണ്. അത് നമുക്ക് കോർ ലെവലിൽ എത്തുമ്പോൾ പ്രോപ്പറായി പറഞ്ഞുതരാം. പക്ഷേ അതിന് ബേസിക്സ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവൻറ്റ് എന്താണെന്നുള്ളത് അറിയണം. അതുപോലെ ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ എന്ത് ചെയ്ത് ഇന്നലെ ഇവൻറ്റ്സിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ആ ഫംഗ്ഷൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കളയുന്നുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്ത് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ന്യൂ ഫയലായിട്ട് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ index.jsൽ തന്നെ എഴുതാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, ഫോർ എക്സാമ്പിൾ ലെറ്റ്, നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ 3 ടൈപ്പിൽ നമുക്ക് എഴുതാം. ഒന്ന് ലെറ്റ്, വാർ, കോൺസ്റ്റ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ലെറ്റാണ് ഉപയോഗിക്കുന്നത്. ലെറ്റിൻ്റെ സ്കോപ്പ് എന്താണെന്നുള്ളത് പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യില്ല, ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ലെറ്റ് ടെക്സ്റ്റ് എന്ന് കൊടുക്കുകയാണ്. ടെക്സ്റ്റ് എന്നുള്ളതോ വേരിയബിൾ നെയിം, എന്നിട്ട് അസൈൻ ചെയ്യാണ്, ഒരു സ്ട്രിംഗ് എഴുതുന്നു. ഞാൻ സ്ട്രിംഗ് എഴുതാൻ വേണ്ടി ഒന്നോ ഡബിൾ കോട്ട്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സ് ഉപയോഗിക്കാം. ഡബിൾ കോട്ട്സ് എന്ന് വെച്ചാൽ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് സ്ട്രിങ്ങിൻ്റെ ചിഹ്നം, മീൻസ് ഒരു ഡബിൾ കോട്ട്സിൻ്റെ ചിഹ്നം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡബിൾ കോട്ട്സ് എഴുതാം. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഹലോ വേൾഡ് എന്ന് എഴുതാം. ഓക്കെ, ഹലോ വേൾഡ് എന്ന് എഴുതി. പിന്നെ അതുപോലെ തന്നെ വേറൊരു ലെറ്റ് ടെക്സ്റ്റ് 1 എന്ന് കൂടി ഞാൻ കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം അസൈൻ, പിന്നെ സിംഗിൾ കോട്ട്സിലാണ് ഞാൻ എന്ത് ചെയ്ത് ഹലോ വേൾഡ് എന്ന് എഴുതാം. ഓക്കെ, എഴുതുന്നു. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ട് സെയിം ആയിരിക്കും, ഒരു മാറ്റം ഉണ്ടാവില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റ് 1, അതുപോലെ തന്നെ ഇത് നേരെ കോപ്പി ചെയ്യുക, അടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് ഒന്നും കൂടി പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, സേവ് ചെയ്ത് നമുക്ക് പോയി എവിടെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഇൻസ്പെക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി ഇൻസ്പെക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിനൊന്ന് വൈഡാക്കി എടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇതിങ്ങനെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്നിട്ട് ഇതിങ്ങനെ എടുത്തു. ഓക്കെ, നീക്കിയതിന് ശേഷം കൺസോളിൽ പോവാം. കൺസോളിൽ പോയതിന് ശേഷം ഒന്ന് റിഫ്രഷ് ചെയ്താൽ മതി. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഹലോ വേൾഡ് എന്ന് ഇവിടെയും കാണാൻ പറ്റും, അതുപോലെ ഇവിടെയും കാണുമ്പോൾ സ്പെല്ലിങ് സ്മോൾ ലെറ്ററാണ്. ഓക്കെ, ഇന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഹലോ വേൾഡ് ഒരു മാറ്റം ഉണ്ടാവില്ല. രണ്ടിൻ്റെ ടൈപ്പ് ഒന്നായിരിക്കും. അതും കൂടി നമുക്ക് നോക്കാം. ടൈപ്പ് എന്തായിരിക്കും, ടൈപ്പ് ചെക്ക് ചെയ്യുന്നത് ടൈപ്പ് ഓഫ് വെച്ചിട്ട് എന്നുള്ളത് കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടൈപ്പ് ഓഫ് എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ടൈപ്പ് ഓഫ് എന്ന് വെച്ച് സേവ് ചെയ്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ രണ്ടും സ്ട്രിംഗ് തന്നെ, ഒരു മാറ്റവും ഇല്ല. രണ്ടിനും ഡാറ്റ ടൈപ്പും എല്ലാം സെയിം ആണ്. അപ്പോൾ രണ്ടും ഡിക്ലെയർ ചെയ്യുന്നതിലും എന്തില്ല, യാതൊരു മാറ്റം ഇല്ല. അത് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ പറഞ്ഞു വേറൊരു കാര്യം കൂടി ഉണ്ട്, ടെംപ്ലേറ്റ് ലിറ്റർ എന്നുള്ളത്. അത് നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി ടെക്സ്റ്റ് 2 എന്നുള്ളത് ഞാൻ ഇവിടെ കൊടുക്കുന്നു. പിന്നെ ടെംപ്ലേറ്റ് ലിറ്റർ എങ്ങനെ എഴുതുകയെന്ന് വെച്ചാൽ, ബാക്ക് ടിക്സ് അറിയുമല്ലോ. ഈ ബാക്ക് ടിക്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, 1 2 3 എന്നുള്ള നമ്പേഴ്സിൻ്റെ ഏറ്റവും ലാസ്റ്റ്, അതായത് എസ്കേപ്പിൻ്റെ താഴത്തായിട്ട് ഒരു കാര്യം ഉണ്ടാവും. ആ സ്ട്രിംഗ് കൊടുത്തു കഴിഞ്ഞാലും ഇത് സെയിം ആണ്, യാതൊരു മാറ്റമില്ല. അതും കൂടി നമുക്ക് പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, അതിനുവേണ്ടി കൺസോൾ ഡോട്ട് ലോഗിൽ ടെക്സ്റ്റ് 2 എന്നുള്ളത് ഇവിടെ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യുക, പോയി നോക്കിയാൽ
ഹലോ വേൾഡ് എന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് എന്നുള്ളത് നമുക്ക് കൊടുത്ത് സ്പേസ് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ട്രിങ് ചെയ്താൽ കാണാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അപ്പോൾ എന്തിനാണ് ഈ ബാക്ടിക്സ്, ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നുണ്ട്, അതായത് ഇപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ ഞാൻ ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, ബാക്ടിക്സ് മാത്രമേ ഞാൻ ഇപ്പോൾ കൊടുക്കും. അപ്പോൾ എന്തിനാണ് ബാക്ടിക്സ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ബാക്ടിക്സ് എന്തിനാന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വേരിയബിൾ ഉണ്ട് നമുക്ക്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു വേരിയബിളും കൂടി നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ലെറ്റിൽ കോൺസ്റ്റ് വെച്ചിട്ട് കോൺസ്റ്റ് എ അസൈൻ ഒരു 10 എന്നുള്ള ഒരു വാല്യൂ കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എ അസൈൻ 10. ഇപ്പോൾ എൻ്റെ വാല്യൂ എത്ര? 10 ആണ്. എനിക്കിവിടെ 10 പ്രിൻ്റ് ചെയ്യണം, എൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യണം. എവിടെ? ഹലോ വേൾഡ് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എനിക്ക് എന്ത് ചെയ്യണം? ആ സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ എ പ്രിൻ്റ് ചെയ്യണം. എ എന്നുള്ള വേരിയബിൾ എനിക്ക് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എങ്ങനെ പ്രിൻ്റ് ചെയ്യാം? നമുക്ക് ഇങ്ങനെ പ്രിൻ്റ് ചെയ്യാൻ പറ്റുമോ? അതായത് ഈ സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ പോയിട്ട് നേരെ എ എന്ന് എഴുതാൻ പറ്റുമോ? അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. അതിനുവേണ്ടി ടൈപ്പ് ഓഫ് കളഞ്ഞിട്ട് സേവ് ചെയ്തതിന് ശേഷം പോയി നോക്കിക്കഴിഞ്ഞാൽ ഹലോ വേൾഡ് എ എന്നുള്ളത് കാണാൻ പറ്റും. മനസ്സിലായോ? കാരണം എന്താ? സ്ട്രിങ്ങിനുള്ളിൽ, അതായത് ഡബിൾ കോഡ്സിനുള്ളിലോ അല്ലെങ്കിൽ ആ കോഡ്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ബാക്ടിക്സിൻ്റെ ഉള്ളിൽ എന്താണോ കൊടുക്കുന്നത് അത് അതുപോലെ പ്രിൻ്റ് ചെയ്യുന്നതാണ് സ്ട്രിങ്. ഓക്കെ, എനിക്ക് ഇങ്ങനെയല്ല പ്രിൻ്റ് ചെയ്യേണ്ടത്. എനിക്ക് എന്താ പ്രിൻ്റ് ചെയ്യുന്നത് വെച്ചാൽ, എനിക്കത് എ എന്നുള്ള വാല്യൂ, എൻ്റെ വാല്യൂ ആണ് പ്രിൻ്റ് ചെയ്തത്, അതല്ലാണ്ട് എ അല്ല പ്രിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ജാവാസ്ക്രിപ്റ്റിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഡോളർ പറഞ്ഞ ഒരു സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് 1 2 3 4 നാലാമത്തേൽ ഷിഫ്റ്റ് 4 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു ഡോളർ സിമ്പിൾ കാണും. ആ ഡോളർ സിമ്പിൾ കൊടുക്കുക. എന്നിട്ടോ ഒരു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുന്നതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, അതായത് ഏത് വാല്യൂ ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്, എ എന്നുള്ളത് ഒരു ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു കോഡ്, വേരിയബിൾ ഡിക്ലെയർ ചെയ്ത ഒരു കോഡാണ്. ആ എനെ കൊടുക്കുക. അതായത് ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡിനെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി, സ്ട്രിങ്ങിനുള്ളിൽ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും? ഈ പറഞ്ഞ ബാക്ടിക്സും ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. ആ ബാക്ടിക്സ് ഉപയോഗിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഡോളർ കൊടുക്കണം, എന്നിട്ട് 2 കേർലി ബ്രാക്കറ്റ് ഓപ്പണും ക്ലോസിങ് കൊടുക്കണം. അതിനെ നടുക്കാണ് എഴുതേണ്ടത്. ഇപ്പോൾ നോക്കിയാൽ ഹലോ വേൾഡ് 10 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? പ്രിൻ്റായി കാണിച്ചിട്ടുണ്ടാവും. നോക്കാം, ഒന്നുകൂടി റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടോ ഹലോ വേൾഡ് 10 എന്നുള്ളത് അവിടെ പ്രിൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലായാലും ഒന്നും കൂടി റിവൈസ് ചെയ്ത് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എൻ്റെ ഇതിൻ്റെ പ്രോപ്പറായി നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ടും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴത്തുണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ സംശയങ്ങൾ ചോദിക്കാൻ പറ്റും. ഇനി കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്ട്രിങ്ങിൻ്റെ മെത്തേഡ്സ് പഠിക്കാം. അതായത് മെത്തേഡ്സ്, സ്ട്രിങ്ങിൻ്റെ മെത്തേഡ്സ് നോക്കുക കേട്ടോ. ജാവാസ്ക്രിപ്റ്റിൻ്റെ സ്ട്രിങ്ങിൻ്റെ മെത്തേഡ് ഇപ്പോൾ ചില ഇൻ്റർവ്യൂസിലൊക്കെ നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതായത് സ്ട്രിങ്ങിൻ്റെ മെത്തേഡ്സ് ഏതൊക്കെയെന്നുള്ളതാണ് ചോദ്യം. ഈ മെത്തേഡ്സ് എന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റ് തന്നെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ്, അതായത് കുറച്ച് ഫങ്ഷൻസ് എന്ത് ചെയ്യുന്നു? പ്രീ ഡിഫൈൻഡ് ആയിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ടാകും. അതായത് നമുക്കിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഒരു ജാവാസ്ക്രിപ്റ്റിൻ്റെ സ്ട്രിങ് ഉണ്ട്, മൾട്ടിപ്പിൾ സ്ട്രിങ്, അതായത് മൾട്ടിപ്പിൾ ലെറ്റേഴ്സ് ഉള്ള സ്ട്രിങ് ഉണ്ടാവും. അപ്പോൾ മൾട്ടിപ്പിൾ ലെറ്റേഴ്സ് ഉള്ള സ്ട്രിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഇൻഡെക്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യുമ്പോൾ ഒരു വാല്യൂ എടുക്കണം. അപ്പോൾ വാല്യൂ എടുക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ അതിനുള്ള മെത്തേഡ്സാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഫോർ എക്സാമ്പിൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അപ്പർ കേസ് ആക്കണം. എല്ലാം ഇപ്പോൾ നമ്മൾ എഴുതിയതൊക്കെ സ്മോൾ ആയിരിക്കും, നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുമ്പോൾ അത് അപ്പർ കേസ് ആയിരിക്കണം. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ആണ് നമുക്ക് കാണിക്കേണ്ടത്. അങ്ങനെയൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മാറ്റാൻ പറ്റുന്ന ഒരു പ്രീ ഡിഫൈൻഡ് മെത്തേഡ്സിനാണ് എന്ത് പറയുക? ജാവാസ്ക്രിപ്റ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് എന്ത് ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ തൽക്കാലം ഈ സ്ക്രീനിലുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നു? കളയുന്നുണ്ട്. നിങ്ങൾ വേറെ ഫയലാണെങ്കിൽ വേറെ ഫയൽ ചെയ്യുക. ഓക്കെ, ലെറ്റ് കൊടുത്തു, ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ടെക്സ്റ്റ് കൊടുക്കും. ടെക്സ്റ്റ് എന്ന് കൊടുത്തിട്ട് അതിൽ അസൈൻ ചെയ്തിട്ട് കൊടുക്കുകയാണ് വെൽക്കം ടു വെസ്ലൻ. ഓക്കെ, വെൽക്കം ടു വെസ്ലൻ എന്നുള്ളത് കൊടുക്കുന്നു. എന്നിട്ട് കൊടുത്തതിന് ശേഷം എനിക്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞു എനിക്കെല്ലാം അപ്പർ കേസ് ആക്കണം. അപ്പർ കേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ടെക്സ്റ്റ് ഡോട്ട്. ഈ ടെക്സ്റ്റ് ഏതാ? ടെക്സ്റ്റ് നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുള്ള വേരിയബിൾ നെയിമാണ്. ആ വേരിയബിൾ നെയിം ഡോട്ട് അപ്പർ കേസ്. ഇവിടെ തന്നെ നിങ്ങൾ കണ്ടോ, ഡോട്ട് നിൽക്കുമ്പോൾ തന്നെ മൾട്ടിപ്പിൾ എന്ത് കാണാൻ പറ്റും?
നിങ്ങൾക്ക് മെത്തേഡ്സ് കാണാൻ പറ്റും. കണ്ടോ, ഇത് അപ്പർ കേസ്, സ്ട്രിങ് ടു അപ്പർ കേസ് ടു ലോവർ കേസ്, സ്പ്ലിറ്റ്, സ്ലൈസ്, റിപ്ലേസ്, അങ്ങനെ മൾട്ടിപ്പിൾ എന്താണ് മെത്തേഡ്സ് ഉണ്ട്. എല്ലാതും ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ചില കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, എങ്ങനെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞുതരാം. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, 2-3 ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം പറയാൻ പോകുന്നത് ലെങ്ത് ആണ്. ലെങ്ത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം. ലെങ്ത് എന്താണ്? അതായത് ലെങ്ത്തിനെ പറയുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറയാനുണ്ട്. അതായത് നമ്മൾ ബേസിക് കോഡിങ്ങിൽ ഈ അറേനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? അറേ പറയുന്ന ടൈമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറേ എന്നുള്ളത് തുടങ്ങുന്നത് 0th പൊസിഷൻ മുതലാണ് അല്ലേ? ഒരു ബോക്സ് രീതിയിൽ ഇങ്ങനെ കണക്കൂട്ടുക. അന്ന് ഒരു ബോർഡൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് ബോർഡില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇത്ര ഒരു ബോക്സ് ടൈപ്പാണ്, ഒരു ഷെൽഫ് എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എന്താ വെച്ചാൽ 0th പൊസിഷൻ മുതലാണ് ഈ അറേൻ്റെ ഇൻഡെക്സ് തുടങ്ങുന്നത്. അതായത് 0, 1, 2, 3, 4, 5 എന്നുള്ളത്. അതേ സംഭവമാണ് ഇവിടെ. എന്താ വെച്ചാൽ ഒരു സ്ട്രിങ് തുടങ്ങുന്നത് 0th പൊസിഷൻ മുതലാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വെൽക്കം ടു വെസ്ലൻ എന്ന് എടുക്കുകയാണെങ്കിൽ, ഈ വെൽക്കം എന്നുള്ളതിനെ മാത്രം ഒന്ന് നമുക്ക് എടുത്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ W എന്നുള്ളത് 0th പൊസിഷനാണ്, E എന്നുള്ളത് 1th പൊസിഷനാണ്, പിന്നെ L എന്നുള്ളത് 2nd പൊസിഷനാണ്. ഓക്കെ, അപ്പോൾ 0th മുതലാണ് ഇവിടെയും സ്ട്രിങ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ console.logൽ നമ്മൾ ഈ ടെക്സ്റ്റ് പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റ് സേവ് ചെയ്യുക, എന്നിട്ട് പോയി നോക്കുക, ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കുക. ഇവിടെ വെൽക്കം ടു വെസ്ലൻ എന്നാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അല്ലേ? ഇനി 1th പൊസിഷനിൽ ആദ്യത്തെ പൊസിഷൻ ഞാൻ പറഞ്ഞിരുന്നു, അത് ഷെൽഫിലാക്കുന്നതാണ്, ഓരോന്ന് ഷെൽഫിലാക്കാണ്. അതും 0th പൊസിഷൻ മുതലാണ്. അപ്പോൾ 0th പൊസിഷനിലുള്ളത് ഏതാ? W ആണ്. E എന്നുള്ളത് 1th പൊസിഷനും, പിന്നെ 2nd പൊസിഷനിൽ Lഉം, അതുപോലെ C എന്നുള്ളത് 4th പൊസിഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ അതെന്ത് ചെയ്യാം നമുക്ക്? അപ്പോൾ ആ 0th പൊസിഷനിൽ ഏതാണെന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റിൻ്റെ അടുത്ത് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, അതിൽ 0 എന്ന് എഴുതി കൊടുക്കുക, എന്നിട്ട് സേവ് ചെയ്തതിന് ശേഷം പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും W ആണ്. W ആണ് എന്ത് ചെയ്ത് ഇതിൻ്റെ 0th പൊസിഷനിലുള്ളത്. ഇനി W ഒഴിവാക്കി 1 ആണ് കൊടുക്കുന്നതെങ്കിൽ സേവ് ചെയ്തതിന് ശേഷം ഒന്ന് പോയി നോക്കിയാൽ വെൽക്കമിലെ WE. ഇനി അതുപോലെ 1th പൊസിഷനിലുള്ളത് 2nd ആക്കി കൊടുത്താൽ എന്താ സംഭവിക്കുക? 2nd ആക്കി സേവ് ചെയ്തതിന് ശേഷം പോയി നോക്കുകയാണെങ്കിൽ L. മനസ്സിലായോ? അങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വെൽക്കം ഇങ്ങനെ പോയാൽ 1, 2, 3, 4, 5 എന്നുള്ളത് ഇങ്ങനെ നമ്മൾ WELC എന്നുള്ളത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ മനസ്സിലാക്കുക, W എന്നുള്ളത് എന്താണ്? 0th പൊസിഷൻ മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ സ്ട്രിങ് എന്താണ്? അപ്പോൾ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്തും കൂടി നമുക്ക് എന്താ കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പൊസിഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ ലെങ്ത്ത് കിട്ടാൻ വേണ്ടി ടെക്സ്റ്റ് ഡോട്ട് ലെങ്ത്ത് എന്ന് കൊടുത്താൽ മാത്രം മതി. എന്താ? ടെക്സ്റ്റ് ഡോട്ട് ലെങ്ത്ത് എന്ന് കൊടുത്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞ് പോയി നോക്കിക്കഴിഞ്ഞാൽ വെൽക്കം ടു വെസ്ലൻ്റെ ലെങ്ത്ത് എത്രയാണോ അത്രയും നമുക്ക് അവിടെ കാണാൻ പറ്റും. ലെങ്ത്ത് എത്ര? 17 ലെങ്ത്താണ്. 17 ലെങ്ത്ത് ഉണ്ടോ ഒന്ന് നോക്കാം. W1, E എന്നുള്ളത് 2, L 3, C 4, O 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17 ഉണ്ട്. 17 ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അവിടെ ഉള്ളത് എത്ര? വെൽക്കമിൽ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7 ആണ് ഉള്ളത്. ടൂലാണെങ്കിലോ 8, 9. പിന്നെ വെസ്ലൻ 10, 11, 12, 13, 14, 15 അല്ലേ കാണുള്ളൂ. പിന്നെ 2 എവിടെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ജാവാസ്ക്രിപ്റ്റിലെ സ്പേസിനെയും എന്തായും ഒരു സ്ട്രിങ് ആയിട്ട് കണക്ക് കൂട്ടും. ഇപ്പം നമുക്ക് ഇവിടെ കണ്ടത് 17 അല്ലേ? ഇനി ഞാൻ 18 ആക്കി കാണിച്ചു തരാം. അത് ഇവിടെ പോയിട്ട് ഇവിടെ ഒരു സ്പേസ് കൊടുത്ത് സേവിന് ശേഷം പോയി നോക്കിക്കഴിഞ്ഞാൽ 18 മാറി. മനസ്സിലായോ? അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ സ്പേസും അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. സ്പേസിൻ്റെയും ഒരു സംഭവം ഇത് ലെങ്ത്തായി കണക്ക് കൂട്ടുന്നുണ്ട്. അത് മനസ്സിലാക്കുക. അപ്പോൾ ലെങ്ത്ത് എന്നിട്ട് 18 ലെങ്ത്ത് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ലെങ്ത്ത് മനസ്സിലായി. അപ്പോൾ ലെങ്ത്ത് എന്നുള്ളത് ഒരു മെത്തേഡാണ്, ജാവാസ്ക്രിപ്റ്റിൻ്റെ മെത്തേഡാണ്. ആ മെത്തേഡ് വെച്ച് ലെങ്ത്ത് കണ്ടെത്താം, എത്ര സ്ട്രിങ് ഉണ്ട്, എത്ര ലെറ്റേഴ്സ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൽ സ്പേസും കൂടി ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതൊക്കെ സ്മോൾ ലെറ്റർ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? അത് ക്യാപിറ്റൽ ആക്കാൻ പറ്റണം. എല്ലാതും എന്ത് ചെയ്യണം? ഒരു ക്യാപിറ്റൽ ലെറ്റർ ആക്കണം, അതായത് ബിഗ് ലെറ്റർ ആക്കണം. അതിന് വേണ്ടി 2 അപ്പർ കേസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ഇവിടെ തന്നെ കാണാൻ പറ്റും 2 അപ്പർ കേസ് എന്നുള്ളത്. 2 അപ്പർ കേസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, TO എന്നുള്ളത് എന്താണ്? മീൻസ് TO എന്നുള്ളത് സ്മോൾ ലെറ്ററും അപ്പർ എന്നുള്ള U എന്താണ്? ക്യാപിറ്റലും ആണ്. ഇതിൻ്റെ പേരാണ് ക്യാമൽ കേസ് എന്നുള്ളത്. കോഡിങ് എഴുതുന്ന ടൈമിൽ ക്യാമൽ കേസ് മെയിൻറ്റെയിൻ ചെയ്യുക, കോഡിൽ ക്യാമൽ കേസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഏറ്റവും
നല്ല സ്കില്ലാണ്. അതായത് നല്ല കോഡ് മെയിൻ്റനൻസും പിന്നെ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് മെത്തേഡും ഇതാണ്. അത് എല്ലാ നല്ല നല്ല ഡെവലപ്പേഴ്സും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞ ക്യാമൽ കേസ്. ക്യാമൽ കേസ് എന്ന് വെച്ചാൽ ആദ്യം തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ സ്മോൾ ലെറ്ററിൽ തുടങ്ങും. പിന്നീട് അതിനൊരു ടു എന്നുള്ളത് വേറെ തന്നെ, അപ്പർ എന്നുള്ള വേറെ ലെറ്ററാണ്, വേർഡാണ്. ആ വേർഡിനെ ഒന്നിച്ച് കൂട്ടുമ്പോൾ ആ ഒന്നിച്ച് കൂട്ടുന്ന ടൈമിൽ അപ്പർ എന്ന് കണ്ട യു എന്നുള്ളത് എന്ത് ചെയ്തു, ക്യാപിറ്റൽ ലെറ്റർ ആക്കി. ഇങ്ങനെ എഴുതുന്നതിനാണ് എന്ത്, ക്യാമൽ കേസ് എന്ന് പറയുക. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ ക്യാമൽ കേസ് ഇങ്ങനെയാണ് എഴുതുന്നത് മനസ്സിലാക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ഡോട്ട് അപ്പർ ടു അപ്പർ കേസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ടു അപ്പർ കേസ് കൊടുത്തതിന് ശേഷം ഇവിടെ ബ്രാക്കറ്റ് കൊടുക്കണം, അത് മറക്കരുത്. അതായത് ഫംഗ്ഷൻ കോളിംഗ് ആണ്, അത് ടു അപ്പർ കേസ് എന്നുള്ള ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, സേവ് ചെയ്തതിന് ശേഷം പോയി നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, വെൽക്കം ടു വെസ് എന്നുള്ളത് അപ്പർ കേസിലേക്ക് മാറി, മൊത്തം അപ്പർ കേസിലേക്ക് മാറി. ഇനി മൊത്തം ഞാൻ വെൽക്കമിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വെൽക്കം എന്നുള്ളത് അപ്പർ കേസാക്കി മാറ്റാം. ഇനി എനിക്ക് എന്താണ്, ഇതൊക്കെ സ്മോൾ ലെറ്റർ ആണ്, സ്മോൾ ലെറ്റർ ആവാൻ വേണ്ടി ടു ലോവർ കേസ് എന്നുള്ളത് കൊടുത്താൽ മതി. ലോക്കൽ ലോവർ കേസ് എന്നുള്ളത് മാത്രം കൊടുത്ത് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം പോയി നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, വെൽക്കം ടു വെസ്റ്റിൽ എന്നുള്ളത് വെൽക്കം ടു വെസ്റ്റിൽ മൊത്തം സ്മോൾ ലെറ്ററായി മാറി, ലോവർ കേസായി മാറി, കണ്ടോ. പക്ഷേ ഇവിടെ ആണെങ്കിലും അപ്പർ കേസ് ഉള്ളത്, പക്ഷേ ലോവർ കേസായി മതി. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ഉണ്ട്, അതുപോലെ സ്പ്ലിറ്റ് സ്പ്ലൈസ് എന്നുള്ളതൊക്കെ ഉണ്ട്. അത് നമ്മൾ വരുന്ന വീഡിയോസ് നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. കീപ്പ് വാച്ചിങ്.